നമസ്കാരം. ഗേൾസ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാണ്ട് പോകുന്ന ടോപ്പിക്ക് സർവ്വസമവാക്യങ്ങളാണ്. വളരെ എളുപ്പമുള്ള എന്നാൽ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പ്രയാസമായിട്ട് മിക്ക കുട്ടികളും സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു പോർഷനാണിത്. അപ്പോൾ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന കണക്കുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക, മാക്സിമം എഫേർട്ട് ചെയ്യുക. കണക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് വിട്ട് കളയാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിന്റെ തിയറിയും പഠിച്ച് തിയറിയോടൊപ്പം തന്നെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ലാസ് മുന്നോട്ട് ശ്രദ്ധിച്ചിരിക്കുക, നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങാം. സർവ്വസമവാക്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. SCCRT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഒരു പാഠമാണ് സർവ്വസമവാക്യങ്ങൾ. നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത് മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്ക് മത്സര പരീക്ഷകളിൽ അപ്ലൈ ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടി പോകുന്നത്. നമ്മൾ പഠിച്ച തിയറി തന്നെയാണെങ്കിൽ തന്നെയും അതിന്റെ ക്വസ്റ്റ്യനിൽ നിന്നും മാറിയും തിരിഞ്ഞൊക്കെ വരാം, ഉത്തരത്തിൽ നിന്ന് ഉത്തരം വേണ്ടി വരാം, ക്വസ്റ്റ്യൻ ഉത്തരം കണ്ടെത്താൻ വേണ്ടി വരാം, പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം ബേസിക് ആയിട്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇക്വേഷൻസ് ഉണ്ട്, സമവാക്യമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ആദ്യമേ അറിഞ്ഞേണ്ട ഇക്വേഷൻ ആണ് a+b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആണ് a+b ദ ഹോൾ സ്ക്വയറിന്റെ വിശകലന രൂപം. വിശദീകരിച്ച് നമ്മൾ എഴുതുന്ന ഈ ഒരു സംഭവത്തെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഓക്കെ, അതേ കണക്ക് തന്നെ a മൈനസ് b ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുമ്പോഴത്തേക്കും a² മൈനസ് 2ab പ്ലസ് b സ്ക്വയർ എന്നാണ്. ഈ ഒരു മൈനസിന്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. മൈനസ് ആകുമ്പോൾ a² മൈനസ് 2ab പ്ലസ് b സ്ക്വയർ വരും. a+b ഹോൾ സ്ക്വയർ ആകുമ്പോഴത്തേക്കും a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ വരും. ഈ ഒരു സംഭവം നമുക്ക് ഈ സർവ്വസമവാക്യങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ കാണാൻ പഠിക്കേണ്ടതായിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എണ്ണത്തിൽ നിന്ന് നമുക്ക് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം ഫോക്കസ് പഠിക്കുക. അപ്പൊ നമുക്ക് ഒത്തിരി ഇക്വേഷൻസ് കാണാൻ പഠിക്കേണ്ടി വരത്തില്ല. ആവശ്യമുള്ളത് മാത്രം കാണാൻ പഠിക്കുക. അത് നല്ല രീതിയിൽ കണക്കിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാണാതെ പഠിച്ചെങ്കിൽ കൂടി അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടി. യുക്തി അപ്ലൈ ചെയ്താലേ മാത്സിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയോ, ഇതങ്ങ് പഠിച്ചു വെക്കുക. a+b ദ ഹോൾ സ്ക്വയർ a² പ്ലസ് 2 ഇൻറ്റു ab 2ab പ്ലസ് b സ്ക്വയർ. ഇത് ഇൻറ്റു ആണെന്ന് അറിയാമല്ലോ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് അറിയാമായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറിയാത്തവരുണ്ടെന്ന് സത്യം മനസ്സിലാക്കുക. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നെങ്കിൽ ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അത് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും നമുക്ക് പഠിക്കാം, അല്ലാത്തതും പഠിക്കാം. ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതൊന്ന് എഴുതി വെക്കുക, പഠിക്കുക. a+b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അതുപോലെ തന്നെ എന്താണ് a മൈനസ് b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. കാര്യം മനസ്സിലാക്കുക എന്നാണുള്ളത്. ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആദ്യമേ ഏറ്റവും ബേസിക് ആയിട്ട് രണ്ട് ഇക്വേഷൻ പഠിച്ചു. a+b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ, a മൈനസ് b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പൊ അവ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസിലോട്ട് കൊണ്ടുപോകാം? ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് 101 ഗുണം 101 സമം എത്ര? ഓപ്ഷൻസിൽ പല പല മെത്തേഡ്സ് ആണ്. നമുക്ക് ജസ്റ്റ് സംഭവം മനസ്സിലാക്കാം. സാധാരണ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? 101 ഗുണം 101 എഴുതി ഗുണിച്ച് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. സമയം എത്ര പോകുന്നു എന്ന് ചിന്തിക്കുക. പക്ഷെ നമുക്ക് ഈ ഒരു ലെവലൊക്കെ വരുമ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട എന്താണ്? നമുക്ക് ഇത് വരുന്നത് എങ്ങനെയാ? സർവ്വസമവാക്യങ്ങളിൽ നിന്നാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 101 ഗുണം 101 എന്ന് പറഞ്ഞാൽ എന്താണ്? 101ന്റെ എന്താ സ്ക്വയർ ആണ്, അല്ലെ? 101 ഗുണം 101 സ്ക്വയർ ആണ്. നമ്മൾ ഇത് ഗുണിച്ചെഴുതുന്നതിനെക്കാട്ടിലും നമ്മളിപ്പം പഠിക്കുന്ന സർവ്വസമവാക്യം എന്ന ടോപ്പിക് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സർവ്വസമവാക്യങ്ങൾ. ഓക്കെ, നമ്മളിപ്പോ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ നോക്കിക്കാണുന്നു ആ ചോദ്യത്തിന്. ഇപ്പൊ 101 ഗുണം 101 എന്താ അർത്ഥം? 101ന്റെ സ്ക്വയർ ആണ് 101 ഗുണം 101. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? 101ന്റെ സ്കോർ കണ്ടെത്തിയാൽ മതി. മനസ്സിലായി? ഈ 101 എന്ന് പറഞ്ഞതിന്റെ സ്കോർ കാണുന്നത് നമുക്ക് എന്ത് ചെയ്യണം? രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇനി മറ്റൊരു എളുപ്പമെടുത്ത് മാറ്റുകയാണ്. 101ന്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഞാൻ എഴുതുന്നത് 100 പ്ലസ് 1ന്റെ സ്ക്വയർ നമുക്ക് എഴുതിക്കൂടെ? 100 പ്ലസ് 1ന്റെ സ്ക്വയർ അല്ലേ 101ന്റെ സ്ക്വയർ? 100 ബ്രാക്കറ്റ് സംഖ്യ 1 തന്നെയല്ലേ വരുന്നത്? ഓക്കെ, എഴുതി.
ഇതിപ്പോ നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന മെത്തേഡിലായില്ലേ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന മെത്തേഡിലെ നോക്കാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. 100ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ് 100 പ്ലസ് ബി എത്രയാണ് 1 പ്ലസ് ബിയുടെ സ്ക്വയർ എത്ര വന്നു? 100ന്റെ സ്ക്വയർ കാണുന്നു എന്താ ഇരട്ടി, ഇങ്ങനെ സ്ക്വയർ ആണെന്നേ ഇരട്ടി എടുത്താൽ പോരെ. 2 പൂജ്യം ഉണ്ട്. 1ന്റെ സ്ക്വയർ വെച്ചാൽ 1 തന്നെയാണ്. 2 പൂജ്യം ഇരട്ടി എത്ര വരും? 4 പൂജ്യം വരും. പ്ലസ് 2 ഗുണം 100 200. 200 ഗുണമാണിത്. 200 ഗുണം 1 200 തന്നെ. അപ്പോ 200 പ്ലസ് 1ന്റെ സ്ക്വയർ എത്ര? 1 തന്നെയല്ലേ. ആൻസർ എത്ര വന്നു? 10 201. മനസ്സിലായോ? നമ്മളിപ്പം അതിന്റെ ബേസിക്സ് എങ്ങനെ ചെയ്തു വരാം, ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് വേണ്ട രീതിയിലോട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് മനസ്സിലാക്കി പഠിക്കുന്നത്. ഇത് എന്തിനാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് മനസ്സിലാവും, ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകും. നമുക്ക് ചെയ്തതിന്റെ എക്സാംസ് ചെയ്ത് പഠിക്കാം. നമ്മൾ കൂടുതൽ എത്രത്തോളം കൂടുതൽ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ മാർക്ക് കൂടും. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി ചെയ്യാം. നോക്കിയാൽ കൂടെ 105 ഗുണം 105 നമ്മളിപ്പോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 105ന്റെ സ്ക്വയർ എന്നല്ലേ അർത്ഥം. 105 ഗുണം 105 ഗുണിന്റെ സ്ക്വയർ എന്നാണ് അർത്ഥം. 105ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 5 ഹോൾ സ്ക്വയർ എഴുതിക്കൂടെ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മെത്തേഡിലോട്ട് ആയിട്ടുണ്ട്. ഇനി എഴുതാൻ നമുക്ക് എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബിയുടെ സ്ക്വയർ എത്ര ആവുന്നേ? 100ന്റെ സ്ക്വയർ പറഞ്ഞാൽ അറിയാലോ, 4 പൂജ്യം. 2 4 പ്ലസ് ബിക്ക് വരെ ഇവിടെ എന്താ എഴുതുന്നത്? 5 എഴുതാലോ. 2 ഇൻറ്റു 5 എത്ര? 10 അല്ലെ. 5 10. 10 ഗുണം 100 എത്രയാണ്? 1000 പ്ലസ് 5ന്റെ സ്ക്വയർ എത്ര? 25. ആൻസർ ആയേ 1 1 0 2 5 അല്ലെ. 1 1 0 2 5. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഒന്നും കൂടെ ചെയ്തോ, ഒന്നും കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് നല്ല മനസ്സിലാവും. നമ്മൾ ആ കാര്യം എന്താണെന്ന് അപ്ലൈ ചെയ്യുന്നു. 203 ഗുണം 203 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 203ന്റെ സ്ക്വയർ എന്നാണ് അർത്ഥം അല്ലേ. ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? 200 അധികം 3ന്റെ സ്ക്വയറും തുല്യന്നല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മെത്തേഡിലായേ. ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാം? എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ സമം എങ്ങനെ വരുന്നു? 200 സ്ക്വയർ എത്ര? 2 സ്ക്വയർ എത്ര? 4 0 2 0 സ്ക്വയർ ആകുമ്പോൾ 4 പൂജ്യം ആവും. പ്ലസ് 2 ഇൻറ്റു 200 പോട്ടെ. 2 ഇൻറ്റു 3 എത്ര? 6. 6 ഇൻറ്റു 200 എത്ര? 6 12 12 00 പ്ലസ് 3 സ്ക്വയർ എത്രയാണ്? 9. എഴുതാവേ 4 1 2 0 9. അപ്പോ വളരെ സിമ്പിൾ ആണ്. നോക്കി ചെയ്താൽ മാത്രം മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ അടുത്തൊരു മെത്തേഡിലോട്ട് പോവാം. ഓക്കെ, ഇപ്പം ക്വസ്റ്റ്യൻ കണ്ടോ? 10 ഇൻറ്റു 1/2 ഇൻറ്റു 10 ഒരു 1/2 ചെയ്യുമ്പോ എത്ര? നമ്മൾ മുമ്പ് ചെയ്ത അതേ മെത്തേഡ് നമുക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കണ്ടാൽ പഠിക്കുന്ന ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യാം? ഇതേ ഗുണം ഇത് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 10 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്നല്ലേ ഈ 10 1/2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്നത് 10 പ്ലസ് അരയല്ലേ. സിമ്പിൾ ആണ്. ഇനി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് ഇട്ടുകൊടുക്കാമല്ലോ. എ ആണെന്ന് അറിയാം, പ്ലസ് ബി ആണെന്ന് അറിയാം. എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എക്ക് വരും 10ന്റെ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ 5.
10 സ്ക്വയർ എത്രയാണ്? 100 പ്ലസ് 10 പ്ലസ് 1/2 സ്ക്വയർ എത്ര? 1 സ്ക്വയർ 1 തന്നെ, 2 സ്ക്വയർ എത്ര? 4. അപ്പൊ 1/4 എത്ര വന്നു? 110 1/4 അല്ലേ? 110 1/4. മനസ്സിലായോ? സിമ്പിൾ ആണ്. പോയിന്റുള്ള ക്വസ്റ്റ്യൻ ഒന്നായാലും ഭിന്നസംഖ്യ ഒന്നായാലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇതിലോട്ട് അപ്ലൈ ചെയ്ത് എത്തിക്കാം, നമുക്ക് ആ ഉത്തരത്തിലൂടെ കൊണ്ട് എത്തിക്കാം എന്നാണ് മനസ്സിലാക്കുക. ഇനി ഓപ്ഷൻ ലെവലുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വന്നത് ഇങ്ങനെയാണെന്ന് വെച്ചോളൂ. 99 1/2 പ്ലസ് 99 1/2 എത്ര? ഇത് തമ്മിൽ കൂട്ടുമ്പോൾ, രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് ചോദ്യം വന്നേക്കുന്നത്? ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു എളുപ്പവഴിയുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ 1/2 രണ്ടോണം വന്നു, രണ്ടും ഒരേ സംഖ്യ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു എളുപ്പവഴിയുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ച രീതിയല്ല, മാറ്റമുണ്ട്. 99ന്റെ കൂടെ തൊട്ടടുത്ത സംഖ്യയായിട്ടുള്ള 100നെ ഗുണിക്കുക. ഗുണിച്ചിട്ട് 1/2 മാറ്റി 1/4 അങ്ങ് കൂട്ടുക. എന്താ പറഞ്ഞേ? 99ന്റെ കൂടെ തൊട്ടടുത്ത സംഖ്യയായിട്ടുള്ള 100 ഗുണിക്കുക, പിന്നീട് 1/4 കൂട്ടുക. എത്ര വന്നു? 99 0 0. ആൻസറായി. സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ? എത്ര വലിയ കണക്കായിക്കോട്ടെ, ട്രിക്സ് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് വന്നെന്നുള്ളത്. 99 എടുത്തു, തൊട്ടടുത്ത സംഖ്യയായിട്ടുള്ള 100 എടുത്തു, തമ്മിൽ ഗുണിച്ചിട്ട് 1/4 കൂട്ടി. ഓക്കെ, ഒരെണ്ണം ചെയ്യാം. അപ്പൊ മനസ്സിലാവും. നമ്മളിപ്പോ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒരു മാറ്റമില്ല. ചെറിയ മാറ്റം, സംഖ്യയുടെ വാല്യൂ ഒന്നും മാറി, ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സെയിം തന്നെ. നോക്കാം. സിമ്പിൾ മെത്തേഡ് എന്താ പറഞ്ഞത്? ആ സംഖ്യ എഴുതുക. സംഖ്യ എഴുതി, പൂർണ്ണസംഖ്യ എഴുതിയതിനു ശേഷം തൊട്ടടുത്ത പൂർണ്ണസംഖ്യ ഏതാണ്? 200 ഗുണിക്കുക, എന്തുമായിട്ട് കൂട്ടുക? 1/4 കൂട്ടുക. 99 ഗുണം 200 അല്ലേ? 9 2 18 ശിഷ്ടം 1, 9 2 18 19 9 ശിഷ്ടം 1, 1 2 2 2 1 3 0 0 1/4. ഉത്തരവായേ? മനസ്സിലാക്കുക. സംഖ്യ എടുക്കുക, തൊട്ടടുത്ത സംഖ്യ എടുക്കുക, സംഖ്യയോട് തൊട്ടടുത്ത സംഖ്യ എടുക്കുക, രണ്ടു തമ്മിൽ ഗുണിക്കുക, ഗുണിച്ചതിന് ശേഷം 1/4 കൂട്ടുക. ട്രിക്ക് ഇതാണ്. ഇങ്ങനെയുള്ള ബേസിക്സ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ട്രിക്സ് വരേണ്ട ലെവലിനോട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. നമ്മൾ ഇത്രനേരം പഠിച്ചുകൊണ്ടിരുന്ന ആ സമവാക്യങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ള ലെവൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് എളുപ്പമാക്കാൻ സർവ്വസമവാക്യം ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട് ഗുണിക്കുന്ന ഗുണനങ്ങൾ, ക്രിയകൾ എളുപ്പമാക്കാൻ വേണ്ടി സർവ്വസമവാക്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ വെച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും വലിയ സംഖ്യ നമ്മൾ ഗുണിച്ചും കൂട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും സമയം എത്ര നഷ്ടമാകുന്നത് ചിന്തിക്കാൻ. മത്സര പരീക്ഷകൾക്ക് സമയമാണ് ഏറ്റവും വലിയ ഘടകം, ജയിക്കാനും തോൽക്കാനുള്ള ഘടകം. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മത്സര പരീക്ഷകളിൽ സമയം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് എന്താണ് സർവ്വസമവാക്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കാര്യം ഫസ്റ്റ് മനസ്സിലാക്കുക, അതിവിടെ അപ്ലൈ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരുവിധം ലോജിക്കലി ചിന്തിക്കുന്ന കാര്യം മനസ്സിലാക്കും, എവിടാണ് എന്താണെന്നുള്ളത്. ക്വസ്റ്റ്യനിൽ നിന്നും നോക്കുക. ഒരേ കണക്കുള്ള സംഖ്യകളുണ്ട്, 2 7 ഉണ്ട്, 3 ഉണ്ട്, 2 ഒറ്റയാണ്. അവിടെ 2 പറഞ്ഞ് നിൽക്കട്ടെ. നമുക്ക് ഇവിടെ നോക്കാം. ഈ 7ന് നമുക്ക് എ എന്ന് കൊടുത്തൂടെ? എ, ഇത് എ. ഓക്കെ, ഇവിടെ ഒരു എ. ഇനി ബിക്ക് നമ്മൾ ഈ 3 നമ്മൾ ബി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ക്വസ്റ്റ്യനോട് നോക്കേ, സൂക്ഷിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാവും. എ ഗുണം എ ആണിത്. എ ഗുണം എ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എ സ്ക്വയർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ ബി ഗുണം ബി ആണിത്. അപ്പോ ഇതെന്താണ്? ഇത് ബി സ്ക്വയർ ആണ്. അപ്പോ എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നല്ലേ ഒന്നിങ്ങനെ ക്വസ്റ്റ്യനില്. അപ്പോ നമുക്ക് പൊതുവെ ഒരു കാര്യം അറിയാം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷന്റെ വലിയ വിശദീകരിച്ചിരുന്നത് എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത്. ഇവിടെ ചോദ്യത്തില് ഇത്രയും സംഖ്യ എന്തുണ്ട്? നമ്മൾ ഇന്ന് കോഡ് ചെയ്തു. ഈ കോഡ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. എങ്ങനെ ചലങ്ങൾ കൊടുക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതു? അതിന്റെ ഇത്രയും വലിയ സംഭവമാണ് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അതിന് നമുക്ക് സിംപ്ലസ്റ്റ് ആയിട്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എ ഏതാണ്? 7 ആണ്. പ്ലസ് ബി ഏതാണ്? ബി 3 ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി എത്രയാണ്? 10 ആണ്. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. നമ്മൾ തൊട്ട് മുമ്പ് വരെ ചെയ്തിരുന്നത് തിരിച്ചായിരുന്നു. 10 ഗുണം 10 അല്ലെങ്കിൽ 100 ഗുണം 100 എന്ന് എഴുതിയിട്ട്
അതിനകത്തുനിന്ന് നമ്മൾ മാറ്റി 101, 100+1 അങ്ങനെ വിശദീകരിച്ച് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെയാണ് വലിയ ക്വസ്റ്റ്യൻ, അത് ഉത്തരഭാഗത്ത് നിന്നും തിരിച്ച് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എത്തിച്ചിട്ട് അവിടെ നിന്ന് ഉത്തരം കണ്ടെത്തുന്ന സ്റ്റെപ്പുകളും വരാം. ഇങ്ങനെ ആയിരിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്നും വരുന്നതിന്റെ നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ നല്ല രീതിയിൽ തരമാവും. ഉണ്ടെണ്ണം ചെയ്യും. പരീക്ഷകൾക്ക് സാധാരണഗതിയിൽ ഇത്രയും വലിയ ചോദ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഒരുവിധം അറിയാത്തവര് സ്വാഭാവികമായിട്ടും വിട്ടുകളയും. ചിന്തിക്കുന്നവർ ചിന്തിക്കും. ഇക്വേഷൻസ് അറിയാത്തവർക്ക് സമയവും ലാഭവും മാർഗം കിട്ടും. ചെയ്യാൻ കുറച്ച് അറിയാവുന്നത്, അതായത് കാര്യം മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നോക്കി മനസ്സിലാക്കുന്നവർക്ക് ഒരു കുറച്ച് നേരം സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. പക്ഷെ അവിടെ നമുക്ക് സമയം നഷ്ടമാകുന്നുണ്ട്. ഒന്ന് പറഞ്ഞതിൽ കളഞ്ഞിട്ട് പോകും. പക്ഷെ വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ച സമയത്ത് നോക്കാം. ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വലിയ ചോദ്യം. ഇവിടെ സെയിം എന്തൊക്കെയുണ്ട്? 2.75 ആവർത്തിച്ചിട്ടുണ്ട്, 2.25 ആവർത്തിച്ചിട്ടുണ്ട്. 2 കോമൺ മാറ്റി വെച്ചു. നമുക്ക് ഇവിടെ എ കൊടുക്കാം, ഇതിന് ബി കൊടുക്കാം, അല്ലേ? എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കോമൺ ആയി കഴിഞ്ഞു. ഓക്കെ, എ ഇൻറ്റു എ എന്ന് വെച്ചാൽ എ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി ഇൻറ്റു ബി, ബി സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ച എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ഉത്തരം വരുന്നത്? എന്തായിരിക്കും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ തന്നെ അല്ലേ? അങ്ങനെ വരുമ്പോൾ എ എന്ന് പറയുന്ന 2.75 പ്ലസ് ബി എന്ന് പറയുന്ന 2.25 ഇവ എടുത്ത് അവയുടെ സ്ക്വയർ ആയിരിക്കും ഉത്തരം. ഈ ഒരു സിമ്പിൾ സ്റ്റെപ്പിലൂടെ എത്താൻ വേണ്ടിയാണ് നമ്മൾ സമർപ്പ സമവാക്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ 2.75 പ്ലസ് 2.25 എത്രയാണ്? 5 0 7 2 1 0.22 പിന്നെ ബാലൻസ് 1 ഉണ്ട്. അപ്പൊ എന്തായി? 4 + 1 5. 5.00 സ്ക്വയർ എത്ര വന്നു ആൻസർ? 5 സ്ക്വയർ എത്രയാണ്? 25. അപ്പോ 25 ഓപ്ഷൻ ഡി. മനസ്സിലാക്കാൻ എത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ആ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്കറിയാവുന്ന ഇക്വേഷനിലോട്ട് ക്വസ്റ്റ്യനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ. ആ ഒരു സ്റ്റെപ്പിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം. ഇത് മുൻവർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, LDCയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ആ ചോദിച്ചിട്ട് പോകും. അപ്പൊ ചോദ്യം വായിച്ചു നോക്കുക. 25 ഗുണം 25 പ്ലസ് 2 ഗുണം 25 ഗുണം 15 പ്ലസ് 15 ഗുണം 15. നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ എന്റെ കൂടെ ഒന്ന് ചെയ്ത് പോയിക്കൊള്ളുക. സമയം വേസ്റ്റ് ആകാൻ നിൽക്കേ വേണ്ട. എ എന്ന് കൊടുത്തു, എ കൊടുത്തു, ഇവിടെ എ കൊടുത്തു. ഇവിടോ ഇത് ബി സെക്ഷനിൽ മാറ്റി. ബി ഇൻറ്റു ബി, ബി സ്ക്വയർ ആയി. എ ഇൻറ്റു എ, എ സ്ക്വയർ ആയി. എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള മെത്തേഡിലോട്ട് എത്തി. ഇവിടെ എന്താണ്? എ 25 ആണ്. എ പ്ലസ് ബി എന്താണ്? 15 ആണ്. ദ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് കാണേണ്ടത്. എത്ര വന്നു? 0 4 40ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്ര? 16. 0ന്റെ സ്ക്വയറോ? ഇരട്ടി 1600. സിമ്പിൾ അല്ലേ? ആൻസർ ഓപ്ഷൻ സി. അപ്പൊ നമ്മള് മനസ്സിലാക്കി ചെയ്യാം. മറ്റൊരു മെത്തേഡിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചവർക്ക് സെക്കൻഡിന്റെ ബേസിക്സിലോട്ട് പോവാണ്. 99 99 നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തായിരുന്നു. ഇത് നോക്കിയോളാം. 99 എന്തെങ്കിലും എഴുതാം. 99ന്റെ സ്ക്വയർ എന്ന് നമുക്ക് മാറ്റി എഴുതാം. സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ നമുക്ക് വേറെ എഴുതാം. എങ്ങനെ എഴുതാം? 100 മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇതെന്ന് വെച്ചാൽ എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മെത്തേഡായില്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മെത്തേഡിലായില്ലേ? ഇനി മാറ്റി എഴുതാലോ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. അപ്പോ ഇവിടെ എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ. 100ന്റെ സ്ക്വയർ അറിയാലോ. 2 0 4 0 ആയി. മൈനസ് 2 ഇൻറ്റു 100 എത്രയാണ്? 200 തന്നെയാണ്. ഇൻറ്റു 1 200 തന്നെയാണ്. പ്ലസ് 1 സ്ക്വയർ എത്ര? 1. ആൻസർ എത്ര വന്നു? 10 2 0 1. അപ്പോ പ്ലസ് വരുന്ന കേസുകൾ മാത്രമല്ല മൈനസ് വരുന്ന കേസുകളും മനസ്സിലാക്കുക. രണ്ടാണ് കൂടെ ചെയ്യും. അപ്പോ
48 ഗുണം 48 വളരെ സിമ്പിൾ അല്ലേ? നമുക്കറിയാം നമ്മളിപ്പോ ചെയ്ത എത്ര എന്നാണെന്നാണ് 48 ഗുണം 48 എന്താണ് 48ന്റെ സ്ക്വയർ ആണ്. 48ന്റെ സ്ക്വയർ എന്താണ് 50 മൈനസ് 2ന്റെ സ്ക്വയർ നമുക്ക് എഴുതാം. അങ്ങനെ എഴുതി കൂടെ നമുക്ക് എഴുതാം. 50 മൈനസ് 2ന്റെ സ്ക്വയറും 40ന്റെ സ്ക്വയറും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ നമ്മളെ വരേണ്ട രീതിയിലായി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയി. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ 50ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ എത്ര 2ന്റെ സ്ക്വയർ. മനസ്സിലായോ? 50ന്റെ സ്ക്വയർ എത്ര 5ന്റെ സ്ക്വയർ എത്ര 25 0 0 മൈനസ് 2 2 4 4 ഗുണം 5 200 പ്ലസ് 2ന്റെ സ്ക്വയർ 4 മൈനസ് 200 പ്ലസ് 4 എത്രയാണ്? മൈനസ് 200 പ്ലസ് 4 സമം 2500 മൈനസ് 196 അല്ലേ? സംഖ്യ നോക്കണം, ചിഹ്നവും നോക്കുക. ക്രിയ ചെയ്യുമ്പോ എന്താണ് എത്ര ഒന്ന് ക്രിയ? അപ്പം 2304 അല്ലേ? 2304. ഓക്കെ, അപ്പോ കാര്യം മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിലോട്ട് എത്തിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അതിനാണ് സർവ്വസമാപനം അപ്ലൈ ചെയ്യുന്നത്. ഒരു ദിവസം ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ പഠിച്ച അദ്ദേഹത്തിന് നമ്മളെ ചെയ്ത് നോക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്ത് പഠിക്കുകയാണ്. 97 ഗുണം 97 എന്താണ് 97ന്റെ സ്ക്വയർ ആണ്. 97 സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? 100 മൈനസ് 3ന്റെ സ്ക്വയർ എന്ന് എഴുതാം. 100 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ കൂടെ എഴുതാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ രീതിയിൽ ആയില്ലേ? ഉത്തരം എങ്ങനെ വരും? എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ? 100 സ്ക്വയർ എത്ര 10,000 മൈനസ് 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 100 എത്ര 600 പ്ലസ് 3യുടെ സ്ക്വയർ 9. ഇനി എഴുതാലോ 10,000 മൈനസ് 600ഉം 9 ചെയ്യുമ്പോൾ എങ്ങനെ വരും? മൈനസ് 600 പ്ലസ് 9 ആണ് 591 ചെയ്യുമ്പോ എത്ര വന്നു? 9409 ആണെന്ന് ക്രിയ ചെയ്ത് നോക്കേ. സംശയമുള്ളത് ക്രിയ ചെയ്ത് നോക്കാം. 9409 ആണ് 10,590 കിട്ടുന്നത്. ഓപ്ഷൻ എ. ഇപ്പം കാര്യം മനസ്സിലാക്കുക. അടുത്തൊരു മെത്തേഡ് തിരിച്ച് ചെയ്യാം. നമ്മൾ മുമ്പ് ചെയ്ത് നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ദിവസം നോക്കിക്കോ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നമുക്ക് കോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരേപോലുള്ള ചിഹ്നങ്ങൾക്ക് എല്ലാ സംഖ്യക്കെല്ലാം ഒരേ അക്ഷരം കൊടുക്കാം അല്ലേ? 21 3 തവണ ഉണ്ട്, 1 3 തവണ ഉണ്ട്. അപ്പം 21 നമുക്ക് എ എന്ന് കൊടുക്കാം, 1 നമുക്ക് ബി കൊടുക്കാം. ബി ഇൻറ്റു ബി സ്ക്വയർ ആണ്, എ ഇൻറ്റു എ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഏതാണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഈ ക്വസ്റ്റ്യനിൽ നിന്നും സർവ്വസമവാക്യങ്ങളിലുള്ള ഇത്തരം ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ എന്താണ് ഇവിടേക്ക് എത്തുന്നതിലാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നമ്മൾ പഠിച്ച സമവാക്യം അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അറിയാത്തൊരാൾക്കാണ് ഇത് ചെയ്യാൻ പറ്റതായി പോകുന്നത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾ അത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഉത്തരം എളുപ്പമാണ്. നോക്കൂ, എ ഏതാണ് 21 ആണ്, മൈനസ് ബി ഏതാണ് 1 ആണ്, ദ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ കണ്ടെത്തി. ഇത്രയും വരെ ക്വസ്റ്റ്യനിൽ നിന്നും ഗുണിച്ചും കുറച്ചും കൂട്ടിയും എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളത് മാറ്റിയിട്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തു എത്തിക്കഴിഞ്ഞു. മൈനസ് 1 20ന്റെ സ്ക്വയർ എത്ര? 2ന്റെ സ്ക്വയർ 4 0 0 ഉത്തരമായി കഴിഞ്ഞു. ഉത്തരം ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. നമ്മളെ ക്വസ്റ്റ്യനോട് സർവ്വസമവാക്യങ്ങളോട് എത്തിക്കുക. എത്തിച്ചതിൽ നിന്നും ഈ ഒരു ലെവൽ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി എളുപ്പമായി. തന്നിരിക്കുന്ന ഒരു മുൻവർഷ പരീക്ഷയിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. PSCയുടെ നമ്മുടെ മാത്സിന്റെ ഒരു മത്സര പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. ഇത്രയും ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കളഞ്ഞിട്ട് പോകാറാണ് പതിവ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാക്കി കാണും. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി കാണും. എ എടുത്തു, ഇത് നമുക്ക് ബിന്നെടുത്തു,
a into a square minus 2 into a into b 2ab plus b square എന്നായി കഴിഞ്ഞു. a minus b the whole square എന്നാണ് ഈ എക്സ്പാൻഷന്റെ അർത്ഥം. അപ്പോ a minus b the whole square നമുക്കറിയാം a ഏതാണ് 3.84 മൈനസ് b ഏതാണ് 1.34 the whole square അല്ലേ. 3.84 മൈനസ് 1.34 ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് കിട്ടിക്കഴിഞ്ഞത്. ഇനി നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. 3.84 നിന്നും 1.34 കുറയ്ക്കുക. 4 കഴിഞ്ഞാൽ 0, 18 കഴിഞ്ഞാൽ 5, 2.50 ഹോൾ സ്ക്വയർ. 25ന്റെ സ്ക്വയർ എത്ര? 625 നമുക്ക് അറിയാമല്ലോ. പിന്നെ പോയിന്റ് കൊടുത്താ പോരെ. എത്രയാണ്? 6.25. മനസ്സിലായോ? മുൻവർഷ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. റിപ്പീറ്റഡ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നുള്ളത് നമ്മൾ വന്നെത്തിയ വഴി മനസ്സിലാക്കണം. ഇക്വേഷൻസും പഠിക്കണം. 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഓക്കെ, ഇത് ഒരു ചെറിയ വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എങ്കിലും കുറച്ച് ലോജിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. നോക്കാം. 7.83 into 7.83 plus 7.83 into 4.34 plus 2.17 into 2.17 എത്ര എന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ നമുക്ക് കോഡിങ് ചെയ്യുകയാണെങ്കിൽ എന്താ 7.83 ഉണ്ട് അല്ലെ. നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് എ കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു എ സ്ക്വയർ നമുക്ക് കിടപ്പുണ്ട്. പക്ഷെ 2 ഇല്ല. 2ab പ്ലസ് ബി സ്ക്വയർ നമുക്കുണ്ടല്ലേ. ബി കൊടുത്തു കഴിഞ്ഞാൽ ബി സ്ക്വയർ നമ്മുടെ ഉണ്ട്, എ സ്ക്വയർ നമ്മുടെ ഉണ്ട്. എ ഇൻറ്റു എ സ്ക്വയർ ഉണ്ട്, ബി ഇൻറ്റു ബി സ്ക്വയർ നമ്മുടെ ഉണ്ട്. പക്ഷെ എന്താ ഇല്ലാത്ത നമ്മുടെ കയ്യില് 2ab ഇല്ല. 2abക്കകത്ത് എയും നമ്മുടെ ഉണ്ട്. ആകെ വരുന്ന എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള കണക്കില് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറില് എ സ്ക്വയർ നമ്മുടെ ഉണ്ട്, ബി സ്ക്വയർ നമ്മുടെ ഉണ്ട്, എയും നമ്മുടെ ഉണ്ട്, 2ഉം ഇല്ല, ബിയും ഇല്ല. എങ്ങനെ കണ്ടെത്താം നോക്കുക. 7.83 നമ്മൾ എ അങ്ങ് മാറ്റി നിർത്തി. ബാക്കിയുള്ള ഇതാണ്. ഒന്ന് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. 2 into 1.7 അല്ലേ 4.34 എന്ന് പറയുന്നത്. 2 into 1.7 ആണ്. 2 into 2.17 ആണ് 4.34 എന്ന് പറയുന്നത്. 2 ഗുണം 2.17 ആണ് ഈ കിടക്കുന്ന 4.34. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എളുപ്പമായി. ഓക്കെ, 2 into a into b 2ab ഈ സെക്ഷൻ കറക്റ്റ് ആയേ. 2ab നമുക്ക് കിട്ടിക്കഴിഞ്ഞാലോ ബാക്കി നമുക്ക് എളുപ്പമല്ലേ. a 7.83 പ്ലസ് ബി എത്രയാണ് 2.17 ദ ഹോൾ സ്ക്വയർ. ആൻസർ ആയി കഴിഞ്ഞു. 0 ഇഷ്ടം 1 8 1 9 10 0 ഇഷ്ടം 1 7 2 9 10 സ്ക്വയർ എത്ര വന്നു ആൻസർ? 10ന്റെ സ്ക്വയർ എത്ര? 100. ഓക്കെ, കാര്യം മനസ്സിലായോ? നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് വ്യത്യസ്തമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. ഇവിടെ നമുക്ക് കറക്റ്റിന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലെ ആൻസർ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇക്വേഷൻ ഇല്ലായിരുന്നു. നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് ഇക്വേഷൻ എത്തിക്കുകയാണ് ചെയ്തത്. അതാണ് മാത്സ് പഠിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യവും. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച സംഭവം കാണണമെന്നില്ല, പക്ഷെ അതിന്റെ ഒരു സൂചനകൾ കാണും. ആ സൂചനയിൽ നിന്നും നമ്മൾ നമ്മുടെ പഠിച്ച സംഭവത്തിനോട് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റെപ്പ് വല്ല പാടുണ്ടോ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ച സംഭവമാണ്. ആൻസറോട് എത്തിക്കുക വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പം നോക്കാം. 23.75 നമുക്കിവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. കോഡ് ചെയ്യാം. ഇതും സിമ്പിൾ സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്ത് പോകാന്നേ ഉള്ളൂ. ഇത് നമുക്ക് എ എടുക്കാം. എ 3.75 ബി എന്നും എടുക്കാം. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? ഓക്കെ, എന്തൊക്കെയാണുള്ളത് നോക്കിക്കോ. എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി 2ab പ്ലസ് ബി ഇൻറ്റു ബി സ്ക്വയർ. ക്വസ്റ്റ്യനിൽ നിന്നും ഉത്തരത്തിലോട് എത്തുക. എത്രയാണ്? മൈനസ് ആയതുകൊണ്ട് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിലാണ്
ഇക്വേഷൻ കിടക്കുന്നത്. ഇപ്പൊ എ എത്രയാണ് 23.75 മൈനസ് ബി എത്രയാണ് 3.75 അല്ലേ, ദ ഹോൾ സ്ക്വയർ. 23.75 3.75 എത്ര വരും 20 ഹോൾ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ എത്രയാണ് 4. അപ്പോ ഇന്ന് പഠിപ്പിച്ച മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം പരമാവധി ക്വസ്റ്റ്യൻസ് മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും പരീക്ഷകൾക്ക്. നമ്മൾ വളരെ 2 ബേസിക് ഇക്വേഷൻസും അതിന്റെ പല വേർഷൻസ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് മറ്റുള്ള ഇക്വേഷൻസും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റും ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കാം. ഇന്ന് പഠിച്ച് നല്ല വ്യക്തത പഠിച്ച് മനസ്സിലാക്കിയവരൊക്കെ മാത്രമേ അടുത്തൊരു ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ച് ക്ലാസ് സെറ്റ് ചെയ്തേക്കുന്നത്. മാക്സിമം നല്ല ചെയ്ത് പഠിക്കുക, റിപ്പീറ്റഡ് ചെയ്ത് പഠിക്കുക, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് കാണുന്നതായിരിക്കും.